എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വിദ്യാർത്ഥികളുടെ SLC വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കും ഉള്ള മറുപടിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. SLC റിസൾട്ട് 2024 റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കുന്ന സമയം, റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, +1 അലോട്ട്മെൻറ്റ് വരുന്നു എന്നിങ്ങനെ വിദ്യാർത്ഥികളുടെ മുഴുവൻ സംശയങ്ങൾക്കുമുള്ള മറുപടിയാണ് വീഡിയോയിൽ കൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഇത്ര ഇൻഫർമേഷൻസൊക്കെ പാസ് ചെയ്യുന്നല്ലേ, നിങ്ങൾ എനിക്ക് ഒറ്റൊരു കാര്യം മാത്രമേ ചെയ്തു തരേണ്ടതുള്ളൂ. തീർച്ചയായും എന്ത് ചെയ്യുക, 100 പേർ വീഡിയോ കണ്ടാൽ പോലും 10 വിദ്യാർത്ഥികൾ പോലും എന്ത് ചെയ്യുന്നില്ല, ചാനലൊന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികളെ, അങ്ങനെ ആവരുത്. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് +1 അലോട്ട്മെൻറ്റ്, +1 +2 കാലഘട്ടത്തിലെ പരീക്ഷകൾ, റിസൾട്ട് എന്നിങ്ങനെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യും, എൻ്റെ ചാനലിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്തും കൂടെ എത്തിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. SLC റിസൾട്ട് 2024 റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. നാളെ വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയായിരിക്കും റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ, അത് പ്രസിദ്ധീകരിക്കുന്ന സമയം 3 മണിയാണ്, പക്ഷേ 4 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ റിസൾട്ട് ലഭ്യമാണ്. റിസൾട്ട് എങ്ങനെ പരിശോധിക്കാമെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് kerala.research.nic.in പിന്നെ kite.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെയും ഈ 2 വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിക്കുക. ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻഡിവിജ്വൽ റിസൾട്ട്, നിങ്ങളുടെ വ്യക്തിഗത റിസൾട്ട് നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതായത് റിസൾട്ട് നാളെ വൈകിട്ട് 3 മണിക്ക് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രസിദ്ധീകരിക്കും. 3 മണിക്ക് പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ 4 മണി മുതൽ വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റിൽ ലഭ്യമാകും. റിസൾട്ട് പരിശോധിക്കാൻ kerala.research.nic.in എന്ന വെബ്സൈറ്റും kite.kerala.gov.in എന്ന വെബ്സൈറ്റിലും നിങ്ങൾ പ്രവേശിക്കുക. ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ, SLCയിലെ പരീക്ഷാ പേപ്പറിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, രജിസ്റ്റർ നമ്പർ എഴുതിയിട്ടുണ്ടാവും. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇത് രണ്ടും നിങ്ങൾ ക്ലിക്ക് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതുക. നിങ്ങളുടെ ഒരു 6 അക്ക കോഡായിരിക്കും. ഞാൻ 2 വർഷം മുമ്പ് എഴുതിയപ്പം ഒരു 6 അക്ക കോഡായിരുന്നു. അതാണ് നിങ്ങൾക്കിപ്പോൾ ഒരു 6 അക്ക കോഡായിരിക്കും, മാറ്റമൊന്നും വരാൻ സാധ്യതയില്ല, കാരണം 2 വർഷമല്ലേ ആയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു 6 അക്ക രജിസ്റ്റർ നമ്പർ ഉണ്ടാകും, ഒരു ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാകും. ഈ രണ്ട് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ 1 വർഷം കൊണ്ട് എന്ത് നേടിയെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ആ സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ റിസൾട്ടായിരിക്കും നിങ്ങളുടെ മുമ്പിൽ വരാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ SLC വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ നിമിഷം അതായിരിക്കുമെന്ന് പറയാം. കാരണം 1 വർഷത്തെ തങ്ങളുടെ കഷ്ടപ്പാട്, 1 വർഷം രാവും പകലും ഉറക്കം വരെ അളച്ചിരുന്ന, അതായത് SLC പരീക്ഷയുടെ തലേദിവസം ഉറക്കം വരെ ഇല്ലാതിരുന്ന പഠിച്ച വിദ്യാർത്ഥികളെ നിങ്ങൾ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. നിങ്ങൾ ആഗ്രഹിച്ച റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും തന്നെ കിട്ടും. നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടോ? പല വിദ്യാർത്ഥികളും എന്നോട് ചോദിക്കുന്നുണ്ട്, സാറേ തോൽക്കുമെന്ന് പേടിയാവുന്നു, എന്തെങ്കിലും വിജയശതമാനം കുറയുമെന്നൊക്കെയാണ് നമ്മൾ പല വീഡിയോകളിലും കാണുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളോട് എനിക്ക് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളുടെ ഹാർഡ് വർക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല. അതായത് നിങ്ങൾ ജയിക്കാനുള്ള പരീക്ഷയുടെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ഒരുത്തനും സാധിക്കില്ല. അത് നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള മാർക്ക്, അല്ലെങ്കിൽ A+നുള്ള 10 A+നുള്ള വക നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രിയ വിദ്യാർത്ഥിനി, ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി പറയണം, നിങ്ങൾക്ക് 10 A+ കിട്ടാനുള്ള മാർക്കിൻ്റെ നിങ്ങൾ പഠിച്ച് ആ പേപ്പറിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്ക് എവിടെയും പോവില്ല, നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് 10 A+ കിട്ടാൻ യോഗ്യത ഉണ്ടെങ്കിൽ ആ 10 A+ ആരും തട്ടിയെടുക്കില്ല, ആരും നിങ്ങളുടെ മാർക്ക് അപഹരിച്ചു പോവില്ല, അത് നിങ്ങൾക്ക് തന്നെ കിട്ടും. അപ്പോൾ ആ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ 1 വർഷത്തോളം എത്രത്തോളം അധ്വാനിച്ച്, നിങ്ങൾ എത്രത്തോളം പഠിച്ചോ, നിങ്ങളുടെ ഹാർഡ് വർക്ക് എത്രത്തോളം അധ്വാനിച്ചോ അത്ര ശതമാനം റിസൾട്ടായിരിക്കും നിങ്ങൾ വരാം. നിങ്ങൾ 100% അധ്വാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് 100% കാണും. നിങ്ങൾ എത്രത്തോളം പഠിച്ചോ, നിങ്ങൾ എത്രത്തോളം പേപ്പറിൽ എഴുതിയോ, അതായിരിക്കും നിങ്ങളുടെ റിസൾട്ട്. ഇപ്പോൾ പല വിദ്യാർത്ഥികളും തോക്കുമോ സാറേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതായത് 4 മാർക്കിൻ്റെ 1 വേർഡ് പോയി, 5 മാർക്കിൻ്റെ 1 വേർഡ് പോയി. എന്തായാൽ പോലും ഞാൻ നിങ്ങളോട് കാര്യം പറഞ്ഞു, നിങ്ങൾക്ക്
SLCയിൽ എപ്പോഴും തോൽവി ശതമാനം കുറവാണ്. തോൽക്കുന്നില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, തോൽവി ഉണ്ടാകാറുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം 99.70 വിജയ ശതമാനമാണ്. 99.7%, 70%, 7.0 എന്ന് പറയും. അതെന്തെങ്കിലും ആട്ടെ. എന്നാൽ പോലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, 100 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ വെറും ഒരു വിദ്യാർത്ഥി പോലും കഷ്ടിച്ച്, അതായത് 1000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയാൽ 100 പേർ പോലും അല്ലെങ്കിൽ 10 പേർ പോലും തോൽക്കുന്നില്ല. അത് 1000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുമ്പോൾ 10 പേർ പോലും തോൽക്കുന്നില്ല എന്ന തെളിവാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. 100 പേർ എഴുതിയാൽ ഒരുത്തൻ പോലും 100 പേർ പരീക്ഷ എഴുതുമ്പോൾ 100 പേരും പാസ്സാകുന്നൊരു സമ്പ്രദായമാണ് SLCയിൽ തോൽക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ എന്ത് ചെയ്യാം, ഒരു വീഡിയോയുടെ ലിങ്ക് ഇന്ന് വൈകിട്ട് ചെയ്ത ഒരു വീഡിയോയുടെ ലിങ്ക്, ഇന്നലെ രാവിലെ ചെയ്തൊരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അത് നിങ്ങൾ കേൾക്കണം. തോൽക്കുമെന്ന് പേടിയുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും അത് കേൾക്കണം. നിങ്ങൾക്ക് തോൽവി ഉണ്ടാവില്ല. അപ്പോൾ ഈ SLC റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ചക്കകം അല്ലെങ്കിൽ 2 ആഴ്ചക്കകം തന്നെ എന്ത് ചെയ്യും, +1 അലോട്ട്മെൻറ്റാണ് വരാൻ പോകുന്നത്. ആദ്യം നിങ്ങൾക്ക് നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ അതിൻ്റെ വിശദമായ ഡീറ്റെയിൽസ് ഞാൻ തരും. ഇപ്പോൾ ഇത്രയും മതി. അധികം നേരം ഞാൻ പറഞ്ഞ് ലേറ്റ് ആക്കുന്നില്ല. നിങ്ങൾക്കും തിരക്കേണ്ടതല്ല, കേട്ട് മടുത്തിട്ടുണ്ടാവും. ഞാൻ അധികം നേരം വീഡിയോ എടുക്കാറില്ല പൊതുവേ. എന്തെങ്കിലും അത്രത്തോളം എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ മാത്രം ഞാൻ അധികം നേരം പറയാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർക്കുന്ന ഒരാളാണ്. കാരണം പറയാനുള്ളത് മുഴുവൻ പറയുകയും ചെയ്യും, പക്ഷേ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ തീർക്കുകയും ചെയ്യും. അല്ലാതെ ഈ മറ്റേ 1 മണിക്കൂർ രീതിയിൽ ഞാൻ എന്ത് ചെയ്യില്ല, വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്വഭാവം എനിക്കില്ല. പക്ഷേ നിങ്ങൾക്ക് നേരത്തെ തീർക്കുന്നതാണ്. അതായത് പറയാനുള്ളത് മുഴുവൻ പറയുകയും വേണം, വേഗം തന്നെ തീർക്കുകയും വേണം. അത് തന്നെയായിരിക്കും നിങ്ങൾക്കും ഇഷ്ടമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇപ്പോൾ ഇത്രയും മതി. +1 അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഇനി വരും ദിവസങ്ങളിൽ വീഡിയോ ചെയ്യും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, ഈ ഭാഗം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ദയവ് ചെയ്ത്. കാരണം SLC റിസൾട്ട് കഴിഞ്ഞതേ ഉള്ളൂ. ഇനി +1 അലോട്ട്മെൻറ്റ് വരികയാണ്, +1 പരീക്ഷ വരികയാണ്, ഇമ്പ്രൂവ്മെൻറ്റ് വരികയാണ്, +2 പരീക്ഷ, +2 ഇമ്പ്രൂവ്മെൻറ്റ് എന്നിങ്ങനെയുള്ള മുഴുവൻ ഡീറ്റെയിൽസിനും നിങ്ങൾ എവിടെയും അന്വേഷിച്ച് പോകണ്ട. നിങ്ങൾ +2 കഴിയുന്നവരെ നിങ്ങളുടെ പരീക്ഷ സംബന്ധിച്ച് പരീക്ഷ റിസൾട്ട്, ഇമ്പ്രൂവ്മെൻറ്റ്, റീവാലുവേഷൻ, ഫോട്ടോ കോപ്പി, സ്ക്രൂട്ടണി എന്നിവ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസിന് നിങ്ങൾ എവിടെയും പോകണ്ട. +1 അലോട്ട്മെൻറ്റിന് വേണ്ടി നിങ്ങൾ എവിടെയും പോകണ്ട. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കൃത്യമായി വരുന്നുണ്ടോ എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഞാൻ തെളിവ് അടക്കം തരികയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, എൻ്റെ ചാനലിലെ പഴയ വീഡിയോകൾ എടുത്ത് നോക്കുക. അതായത് ഒരു വർഷം മുമ്പുള്ള വീഡിയോസ് എന്ത് ചെയ്യുക, ഒന്ന് തിരഞ്ഞു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും +1 അലോട്ട്മെൻറ്റ് സംബന്ധിച്ചും +1 +2 കാലഘട്ടത്തിലെ മുഴുവൻ വീഡിയോസും, റിസൾട്ട്, ഇമ്പ്രൂവ്മെൻറ്റ് എന്നിങ്ങനെയുള്ള മുഴുവൻ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ വീഡിയോ നോക്കിയിട്ട് നിങ്ങളൊരു കാര്യം, നിങ്ങൾ +2 കഴിയുമ്പോഴത്തേക്ക് ആ വീഡിയോ നോക്കിയിട്ടൊരു കാര്യം പറയണം. അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞു, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞോ, എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. +1 +2 പറയേണ്ട എന്തെങ്കിലും ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് നിങ്ങൾ പറയണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. നിങ്ങൾക്ക് +1 +2 കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങളെല്ലാം, അറിയേണ്ട അറിയിപ്പുകളെല്ലാം അന്വേഷിച്ച് എവിടെയും പോകേണ്ട, ഈ ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നവരെ ഇസ്മി ഇസ്കറിയ. ബൈ.